ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ക്യാരറ്റ് ഹൽവയുടെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു 3-4 മാസം മുൻപാണ് കേട്ടോ. നമ്മുടെ ഫോണിന് ചെറിയ കംപ്ലൈൻ്റ് ആയ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നുണ്ട്. കുറേ വീഡിയോ ഒക്കെ നഷ്ടമായിട്ടുണ്ട്. എങ്കിലും നമ്മളെടുത്ത വീഡിയോ അല്ലേ വിചാരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാർച്ചിലൊക്കെയാണ് തോന്നുന്നത് എടുത്തത്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ ക്യാരറ്റിനൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവായിരുന്നു. 3 കിലോ 100 പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ. അപ്പോൾ നമ്മൾ അങ്ങനെ ക്യാരറ്റ് മേടിച്ചപ്പോൾ ഒത്തിരി ക്യാരറ്റ് ഉണ്ടേനും അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ ഈ വീഡിയോ. ഹൽവയ്ക്ക് വേണ്ടി നമ്മൾ ഏകദേശം ഒരു 1.5 കിലോ ക്യാരറ്റാണ് എടുക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചീകി എടുക്കണം. നമ്മുടെ ക്യാരറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളിയാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഉരുളി ഇത് അടുപ്പത്ത് വെച്ച് അത്യാവശ്യം നന്നായി ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഈ ക്യാരറ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു യെല്ലോ കളറാവുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ ക്യാരറ്റ് ഏകദേശം ഒന്ന് വെന്തിട്ട് യെല്ലോ കളറായിട്ടുണ്ട്. ഇതിലോട്ട് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ആദ്യം 2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട്. പിന്നെ കുറച്ചും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കാഷ്നട്ടാണ്. നമ്മൾ ഇതിൽ വറക്കാതെ തന്നെ ഡയറക്റ്റ് കാഷ്നട്ട് ഇടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യില്ല. ഇത് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കാഷ്നട്ട് ഇതിൽ കിടക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ശേഷം നമ്മൾ ഉണക്കമുന്തിരിയും ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉണക്കമുന്തിരി നന്നായി കഴുകിയെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചിട്ട് ഇടുന്നവരും ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് ഇതിലോട്ട് 2 പാക്കറ്റ് പാലാണ് ചേർക്കേണ്ടത്. അങ്ങനെ നമ്മളിവിടെ ഏലക്ക വറുക്കാൻ ഇട്ടിട്ടുണ്ട്. എണ്ണയിൽ നന്നായി ഒന്ന് മൂപ്പിച്ച ശേഷം അതും കൂടി ചേർത്ത് നമുക്കിത് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് കുറുകാൻ വേണ്ടി പാൽപ്പൊടി ചേർക്കണം. അപ്പോഴേക്കും നമ്മുടെ ലച്ചൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിൽ 3 പാക്കറ്റ് പാൽപ്പൊടി ചേർക്കാമെന്നാണ് വിചാരിച്ച്. അപ്പോഴേക്കും അവൾ ഒരു പാക്കറ്റ് എടുത്തോണ്ട് പോയി. ബാലൻസിൽ 2 പാക്കറ്റ് പാൽപ്പൊടി അപ്പോൾ നമ്മളിതിൽ ചേർക്കുകയാണ്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നു. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ചൂടാറിയ ശേഷം ഒരു ചില്ല് പാത്രത്തിലായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് വെക്കണം. ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിക്കാം. നമ്മുടെ ലച്ചൂട്ടിക്കും പൊന്നോട്ടനൊക്കെ കഴിക്കാൻ കൊതിയായിട്ട് ഇതിന് ഒന്ന് നേരത്തെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ബാലൻസ് കുറച്ച് വെച്ചു. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തണുപ്പോട് കൂടി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ തമിഴ്നാട്ടിലൊക്കെ ഫുഡിൻ്റെ കൂടെ കിട്ടുന്ന റവ കൊണ്ടുള്ള കേസരീൻ്റെ ഏകദേശം ടേസ്റ്റ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.